നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ ആൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ തരത്തിൽ പ്രതിഷേധവുമായി ഐസ രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് SFI സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ തന്നെ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ്. ഈ പരീക്ഷ റദ്ദാക്കുമോ? സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു. വലിയ തരത്തിൽ ഉള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായ വിശദീകരണം കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ NTA നൽകണമെന്ന് അടക്കം സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഈ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കത്തയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ദില്ലി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഐസയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായാലും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ പുറത്തു വരണം, അതിൽ കുറ്റക്കാരാരെന്ന് കണ്ടെത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് നൽകിയതടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ കുറ്റങ്ങൾ NTAക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുകയാണ്. ഏതായാലും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഐസയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടാകും. എന്താണ് അവരുടെ ആവശ്യം? ഏതായാലും വലിയ തരത്തിൽ ഐസയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ദില്ലിയിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ്. നേരത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. നീറ്റായിട്ടല്ല ഈ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയെ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ NTAയും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇക്കാര്യങ്ങളിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്തയക്കുകയും ചെയ്തതിന് സുപ്രീം കോടതിയിൽ നിലവിൽ പൊതുതാൽപര്യ ഹർജി SFI സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, എന്താണ് ആ പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവം? എന്താണ് വിദ്യാർത്ഥികളുടെ ആവശ്യം? ഏതായാലും പ്രതിഷേധം കനക്കുകയാണ്. ഐസയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കനക്കുകയാണ്. വലിയ തരത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്